നോക്കാം. കുട്ടി ഫ്രോക്ക്. ആ കുട്ടി ഫ്രോക്കിന് ഞാനിവിടെ എടുത്തിട്ടുള്ള നീളം എന്ന് പറയുന്നത് 21 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് വണ്ണം 24 ഇഞ്ചും വേസ്റ്റ് ലെന്ത് 10 ഇഞ്ചും. ഇനി ഈ 3 അളവും വെച്ച് നമുക്ക് എങ്ങനെ അളവെടുക്കാമെന്നുള്ളത് കൈക്കുഴിയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോഴ് നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം വേസ്റ്റ് ലെന്ത് എടുക്കുമ്പോഴേക്കും നീളം നമുക്ക് തന്നിട്ടുള്ള 10 ഇഞ്ച് നമ്മളിവിടെ എടുക്കുന്നു. പത്തിഞ്ച് എടുത്തു. ഈ 10 ഇഞ്ച് നീളം എടുത്തു. ഞാൻ ഇതിന് ഇവിടെ ഒരു 0 കൊടുക്കുന്നു, ഇതിന് 1 എന്നും കൊടുക്കുന്നു. 2 നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വേസ്റ്റ് ലെന്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ കൈക്കുഴി കണ്ടുപിടിക്കുന്നതാണ്. കൈക്കുഴി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ വണ്ണത്തിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഇഞ്ച്. 6 ഇഞ്ചിന്റെ കൂടെ നമ്മൾ ഒന്നും കൂട്ടുന്നില്ല, മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 ഇഞ്ച് മൈനസ് ചെയ്യുന്നു. അപ്പോഴും നമുക്ക് കിട്ടുന്നത് 5 ഇഞ്ച്. 5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇതിന് നമ്മൾ 2 എന്ന് നമ്പർ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചെയ്യുന്നത് വണ്ണം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. വണ്ണം എന്ന് പറയുന്നതും നമ്മൾ ഈ ചെസ്റ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. ഈ 24നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടുന്നു. 1.5 ഇഞ്ച് കൂട്ടുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 6ന്റെ കൂടെ പ്ലസ് 1.5, അപ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 7.5. ആ 7.5 ഇഞ്ച് ഇവിടെ ഞാൻ ചെറുതായിട്ടാണ് വരച്ച് കാണിച്ചു തരുന്നത്. ഇതിനെ നമ്മൾ 3 എന്ന് നമ്പർ ഇടുന്നു. നമുക്ക് ഇവിടെ എടുക്കുന്ന അതേ വണ്ണം തന്നെ നമ്മൾ ഇവിടെയും എടുക്കുന്നു. അതേ അളവ് തന്നെ മുകളിലും എടുക്കുന്നു. ഇതിനെ ഒന്ന് വരച്ച് നീളം തമ്മിൽ ഒരുപോലെയും വണ്ണം തമ്മിൽ ഒരുപോലെയും എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം കൈക്കുഴിയുടെ ഇറക്കം എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇത് അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഷോൾഡറിന്റെ അളവാണ്. ഷോൾഡറിന്റെ അളവെന്ന് പറയുന്നത് നമ്മൾ 6 ചെസ്റ്റിനെ എടുക്കുന്നു. 6 ചെസ്റ്റ് എടുത്തിട്ട് പ്ലസ് 1 ഇഞ്ച് കൂട്ടുന്നു. ഈ 24നെ നമ്മൾ 6ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുന്നു. അപ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ഇതിൽ 4 ഇഞ്ചാണ് കിട്ടുന്നത്. 24നെ 6ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ഇഞ്ച്. 4ന്റെ കൂടെ പ്ലസ് 1 കൂട്ടുമ്പോഴേക്കും 5 ഇഞ്ച് കിട്ടുന്നു. അപ്പൊ നമുക്ക് ഷോൾഡർ എടുക്കാം. ഷോൾഡർ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്പർ ഇട്ടതാണ്, നമ്പർ 5 കേട്ടോ. പിന്നെ ഇവിടെ നമ്പർ കൊടുക്കാൻ വിട്ടുപോയി. 4 ഇവിടുത്തെ നമ്പർ. അവിടെ 5 ഇഞ്ചാണ് നമുക്ക് ഇവിടെ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഈ 5 ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് ഇതിനെ അങ്ങ് ജോയിൻ ചെയ്ത് വരച്ചിടണം. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ കൈക്കുഴി വരയ്ക്കുന്നത്.
ഈ വരയിൽ കൂടെ തന്നെ നമ്മൾ വരച്ച് ഇവിടെ വരുമ്പോൾ ഒന്ന് കെർവ് കൊടുത്ത് ഈ പോയിന്റിലോട്ട് കൊണ്ടുവരണം. ഇതിങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഇവിടെ നിന്ന് നമുക്ക് ഈ കോണിൽ നിന്നും നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിട്ട് അതിൽ കൂടെ വരച്ചെടുക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത നമ്മൾ കഴുത്തിന്റെ അകലം മാർക്ക് ചെയ്യും. മിനിമം നമ്മളെ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2.5 എടുക്കുന്നത്. നമുക്ക് 2.5 ഇഞ്ച് അതിന് നമ്മൾ 7 എന്ന നമ്പർ കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഇറക്കം, ആ ഇറക്കവും നമ്മളിവിടെ അതുപോലെ തന്നെ 2.5 കൊടുക്കുന്നത്. അതുപോലെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് എടുക്കുന്നു. അതിൽ നിന്നും 1 ഇഞ്ച് കൂടുതൽ ഫ്രണ്ടിനും ബാക്കിനുമായിട്ട് നമ്മൾ എടുക്കുന്നു. കഴുത്ത് വരയ്ക്കാൻ കഴുത്ത് വരച്ചു. അത് കഴിഞ്ഞ പിന്നെ 1/2 ഇഞ്ച് ഷേപ്പ്, ഷോൾഡർ ഷേപ്പ്. ഇത് വരച്ചിട്ട് പിന്നെ ഉള്ളത് നമുക്ക് സൈഡില് ഷേപ്പാണ്, നമുക്ക് ബോഡി ഷേപ്പാണ് പിന്നെ എടുക്കുന്നത്. അത് നമ്മൾ 1/2 ഇഞ്ച് തന്നെ കൊടുക്കുന്നു. കൈക്കുഴിയുടെ അവിടെ നിന്ന് നേരെ താഴോട്ട്. ഇത് ഇത്രയുമേ നമുക്ക് ബോഡിയുടെ അളവെടുക്കാനുള്ളൂ. ഇത് കഴിഞ്ഞ പിന്നെ നമ്മൾ സ്കേർട്ടിന്റെ അളവെന്ന് പറയുന്നത് നമുക്ക് എടുക്കേണ്ടത് ഫുൾ ലെന്തിൽ നിന്നും മൈനസ് ആണ് എടുക്കുന്നത്. ഫുൾ ലെന്ത് മൈനസ് നമുക്ക് ചെസ്റ്റിന്റെ അളവ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് 21 തന്നിട്ടുള്ളത്. 21 നമ്മൾ ചെസ്റ്റ് അല്ല, വേസ്റ്റ് ലെന്താണ്. അപ്പോൾ നമുക്ക് 21 10 ഇഞ്ചാണ് മൈനസ് ചെയ്യേണ്ടത്. 10 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 21 10 മൈനസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 11 ഇഞ്ച്. ഈ 11 ഇഞ്ചിന്റെ കൂടെ നമ്മൾ 1.5 കൂടെ പ്ലസ് കൂട്ടുന്നു. ഈ 1.5 കൂട്ടുന്നത് നമ്മൾ താഴെ മടക്കി അടിക്കാനും ജോയിൻ ചെയ്യുമ്പോഴുള്ള അതിനു വേണ്ടിയാണ് 1.5 ഇഞ്ച് എടുക്കുന്നത്. നമ്മൾ 4 മടക്കി സ്കേർട്ടിന്റെ അളവെന്ന് പറയുന്നത് നീളമാണ്. നമുക്ക് ഈ അളവ് തന്നിട്ടുള്ളത് 11ന്റെ കൂടെ നമ്മൾ 1.5 കൂട്ടുമ്പോൾ 12.5 ഇഞ്ച് നമുക്ക് നീളം വരും. പിന്നെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് 7.5 വണ്ണം. ആ വണ്ണത്തിൽ നിന്നും നമ്മൾ 1/2 ഇഞ്ച് ഷേപ്പ് കുറച്ചു. അപ്പോഴും നമുക്ക് 7 ഇഞ്ചിലാണ് നമ്മൾ വണ്ണം എടുക്കുന്നത്. ആ 7 ഇഞ്ചിന്റെ ഇരട്ടിയാണ്. അങ്ങനെ നമ്മൾ 14 ഇഞ്ച് 4 മടക്കിയിട്ടാണ് എടുക്കുന്നത്. 14 ഇഞ്ച് വണ്ണവും 12.5 ഇഞ്ച് നീളവുമാണ് നമ്മൾ സ്കേർട്ടിന് എടുക്കുന്നത്. ഈ രീതിയിലാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഞാൻ അളവുകൾ ഒന്നും എടുക്കാതെ ഒരു തുണി വെട്ടി കാണിച്ചു തരാം. കൈക്കുഴിയും എങ്ങനെയാണ് വെട്ടുന്നതെന്ന്. ഇത് പഠിക്കാൻ വേണ്ടി എളുപ്പമാണ്. ഇത് ചെയ്യുന്ന കാണിച്ചു തരാം. ഈ തുണി ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ഇതിലിപ്പോ കഴുത്ത് ഒന്നും വരച്ചിട്ടില്ല. അളവുകളോ ഞാൻ 4 മടക്കിയിട്ടിരിക്കുന്നു. ഇത് കഴുത്തൊന്നും വരയ്ക്കാതെ തന്നെ ഞാൻ വെട്ടി കാണിച്ചു തരാം. ഫസ്റ്റ് കഴുത്ത് വെട്ടി, ഇനി സെക്കൻഡ് കഴുത്തൂടെ
കഴുത്ത് വരച്ചു, കഴുത്ത് വരച്ചിട്ടില്ല, വരയ്ക്കാതെ തന്നെ വെട്ടിയെടുത്തു. ഇനി അതേപോലെ ഷോൾഡർ ഒന്നും വരച്ചില്ല, കൈക്കുഴികൾ കൈക്കുഴിയും വെട്ടിയെടുത്തു. ഇനി ഷേപ്പ്. ഞാൻ അളവൊന്നും നോക്കാതെയാണ് തുണി മടക്കിയിട്ടതും എടുത്തതും, വരയ്ക്കാതെ തന്നെയാണ് ഇപ്പൊ വെട്ടിയെടുത്തതും. ഈ വെട്ടിയിട്ടത് കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് ഇരട്ടി, ഇതിന്റെ ഇരട്ടിയാണ് സ്കേർട്ട് എടുക്കുന്നത്. അത് നമുക്ക് ചെയ്യാം. സ്കേർട്ട് എന്നുള്ളത് ഒരു ലെവൽ ചെയ്ത് തുണി എടുക്കാമോ? നാലായിട്ട് മടക്കി 4 പീസ്, 2, 3, 4ആയിട്ട് മടക്കിയിട്ടാണ് ഇത് നിവർത്തുമ്പോൾ 2 പീസായിട്ട് വരും. ഇനി ഇത് തച്ച് കാണിക്കാം.